സോ നമുക്കിവിടെ കാണാൻ രണ്ട് ടീമും 4-3-3 ഓൺ പേപ്പറാണ്. പക്ഷേ ടെക്നിക്കലി 4-4-2 റയൽ മാഡ്രിഡ് മാറും, അതെല്ലാവർക്കും അറിയാം. സോ ഇവിടെ വിനീഷ്യസ് ജൂനിയർ, കിലിയൻ എംബാപ്പെ ഫ്രണ്ട് നമ്പേഴ്സ് നോക്കണ്ട. ഇത് ഒഡിഗാർഡാണ്, 8-10 ഡെക്ലൻ റൈസ് ആണ്. സോ ഇപ്പുറത്ത് ജൂഡ് ബെല്ലിംഗാം, കമോവിംഗ, മോഡ്രിച്ച്, അതുപോലെ തന്നെ ഇവിടെ റോഡ്രിഗോയും ഫോം ചെയ്ത് ഒരു ഫോർത്ത് മാൻ മിഡ്ഫീൽഡ് ഇവർ ഫോം ചെയ്യും. സോ അതേ സമയത്ത് ഇപ്പുറത്ത് നമ്മൾ നോക്കാനായിട്ടാണ് ലൂയിസ് കെല്ലി, ലെഫ്റ്റ് ബാക്കായ ലൂയിസ് കെല്ലി ഇൻവേർട്ട് ചെയ്ത് ഇവർ ഒരു ഫോർമാൻ മിഡ്ഫീൽഡും ഫോം ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. റയൽ മാഡ്രിഡിന് പാളിപ്പോയത് എവിടെയാണ്? അഥവാ ആർസണലിന് അറിയായിരുന്നു കിലിയൻ എംബാപ്പയും വിനീഷ്യസ് ജൂനിയറിൻ്റെ കയ്യിൽ നിന്നും അധികം പ്രസ്സിങ് ഇൻറ്റൻസിറ്റി കിട്ടാൻ പോകുന്നില്ല. പക്ഷേ കാര്യങ്ങൾ ഇത്ര എളുപ്പമായിരിക്കുമെന്ന് ആർസണൽ ഒരിക്കലും ഓർത്തിട്ടില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം നമുക്കിപ്പം നിങ്ങൾക്ക് പിക്ചേഴ്സിലും എല്ലാം ഞാൻ കാണിക്കാം. സോ ഇവിടെ മിക്കപ്പോഴും മാച്ചിൽ തോമസ് പാർട്ടേൻ്റെ കൂടെ എപ്പോഴും അങ്ങോട്ടൊരു പാസിംഗ് ലൈൻ ബ്ലോക്ക് ചെയ്യുക എന്നുള്ള രീതിയിൽ ഇവർ രണ്ടുപേരും തോമസ് പാർട്ടയിലോട്ട് വളരെ ക്ലോസ് ആയി നിൽക്കുമായിരുന്നു. ആൻഡ് ഇപ്പുറത്ത് ഇവർ ചെയ്ത സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഫോർമാൻ മിഡ്ഫീൽഡ് അഥവാ ഈ ഒരു ബ്ലോക്ക് ചെയ്യാനായിട്ട് പലപ്പോഴും ഒരു 4-2-2-2 ഇടയ്ക്ക് പോകുന്നതാണ്. ജൂഡ് ബെല്ലിംഗം ടക്കിൻ ചെയ്യും, റോഡ്രിഗോ ഇവിടെ ചെയ്യും. സോ ഇവർ രണ്ടുപേരും ഇങ്ങനെ ഫോം ചെയ്യും വിത്തൗട്ട് ദ ബോൾ. ആൻഡ് ഇവിടെ ഒരു ഫോർമാൻ മിഡ്ഫീൽഡ് തന്നെ ഒരു 4-2-2 ഷേപ്പ്, അല്ലെങ്കിൽ ഇടയ്ക്ക് വൈഡിലോട്ട് പോയി ഒരു 4-4-2 ഷേപ്പ്, 4-2-2 ഷേപ്പ് ഫോം ചെയ്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുമായിരുന്നു. ആൻഡ് പലപ്പോഴും ഇങ്ങോട്ടേക്കുള്ള ഒരു ബോൾ ബ്ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. ഇവർ രണ്ടുപേരും കൂടെ നിൽക്കുകയാണ്. പക്ഷേ യാതൊരു ഇൻറ്റൻസിറ്റി ഇവർ പ്രൊവൈഡ് ചെയ്തില്ല. ആർസണലിന് കാര്യങ്ങൾ എളുപ്പമായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ കുറച്ചുകൂടെ ഡിഫിക്കൽട്ടായിരുന്നു, പക്ഷേ സെക്കൻഡ് ഹാഫ് ആയപ്പോൾ ഭയങ്കര എളുപ്പമായി. എങ്ങനെയാണെന്ന് നോക്കാം. സോ ഇവിടെ ലൂയിസ് കെല്ലി ഇൻവേർട്ട് ചെയ്ത് മിഡ്ഫീൽഡിലോട്ട് കയറി കളിക്കുന്നു. ഒഡിഗാർഡോ അല്ലെങ്കിൽ ഡെക്ലൻ റൈസ്, എസ്പെഷ്യലി ഒഡിഗാർഡ്. ആൻഡ് ഇവിടെ സാക്ക വേഴ്സസ് അലബ 1-on-1 ബാറ്റിൽ, ഇപ്പുറത്ത് വാൽവേർഡെ വേഴ്സസ് മാർട്ടിനെല്ലി 1-on-1 ബാറ്റിൽ. സോ സംഭവിച്ചത് എന്നാന്ന് പറഞ്ഞാൽ പലപ്പോഴും സാക്കയിലോട്ട് ബോൾ വരുമ്പോഴേക്കും ഇവിടെ ഒരു 1-on-1 വരുമായിരുന്നു. കൂടാതെ മിഡ്ഫീൽഡിൽ നമ്മൾ കണ്ട ഒരു സംഭവം എന്നാന്ന് വെച്ചാൽ ഈവൻ ദോ ജൂഡ് ബെല്ലിംഗം പ്രസ് ചെയ്യാനായിട്ട് കയറുന്നു, റോഡ്രിഗോ പ്രസ് ചെയ്യാനായിട്ട് വരുന്നു, ഇവർ രണ്ടുപേരും വരുന്നു. ടെക്നിക്കലി 4 vs 4 ബാറ്റിലായിരുന്നെങ്കിലും കാര്യങ്ങൾ ആർസണലിന് കൂടുതൽ എളുപ്പമായിരുന്നു. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഈ പ്രസ്സിങ് ഇൻറ്റൻസിറ്റി ഇവർ രണ്ടുപേരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഫ്ലൂയിഡായിട്ട് ഈസിലി ബോൾ ബാക്കിൽ നിന്നും ഇവർ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങി, ബോൾ കീപ്പ് ചെയ്യാൻ തുടങ്ങി, ആൻഡ് ഒഡിഗാർഡ് ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങി. ജൂഡ് ബെല്ലിംഗാമും കമോവിംഗ ആണെങ്കിലും മോഡ്രിച്ച് ആണെങ്കിലും റോഡ്രിഗോ ആണെങ്കിലും ഫ്രസ്ട്രേറ്റഡ് ആവാൻ തുടങ്ങി. കാരണം ഇവരുടെ കയ്യിൽ നിന്ന് പ്രസ്സിങ് ഇൻറ്റൻസിറ്റി വരുന്നില്ല, ബോൾ റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അവർ ബോൾ വാച്ച് ചെയ്യുകയാണ് പല അവസരങ്ങളിലും. പിന്നെ ഈ ഒരു തോമസ് പാർട്ടിയിലോട്ടുള്ള ബോൾ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സോ ആർസണൽ കൂളായിട്ട് എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ ബോൾ നീക്കാനായിട്ട് തുടങ്ങി. ആൻഡ് പലപ്പോഴും സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ജൂഡ് ബെല്ലിംഗം സ്റ്റെപ്പിൻ ചെയ്യാൻ അഥവാ പ്രസ് ചെയ്യാനായിട്ട് ബോൾ റിക്കവർ ചെയ്യാനായിട്ട് കയറാനായിട്ട് തുടങ്ങി. അല്ലെങ്കിൽ ഇപ്പുറത്ത് നമ്മൾ നോക്കാനായിട്ടാണ് റോഡ്രിഗോ കയറാനായിട്ട് തുടങ്ങി. അപ്പോൾ സംഭവിച്ചത് എന്നാന്ന് വെച്ചാൽ ഈ 2 vs 2 ആണല്ലോ ഇവിടെ. പലപ്പോഴും ഒഡിഗാർഡ് ഫ്രീ ആവാൻ തുടങ്ങി, പലപ്പോഴും റോഡ്രിഗോ പ്രസ് ചെയ്യാനായിട്ട് പോകുമ്പം ഇപ്പുറത്ത് ഡെക്ലൻ റൈസ് ഫ്രീ ആവാനായിട്ട് തുടങ്ങി. സോ ഈ ഒരു പാസിംഗ് ഓപ്ഷൻ ഓപ്പണായി. പലപ്പോഴും ഈ ഒരു സിമ്പിൾ പാസിംഗ് ഓപ്ഷൻ ഓപ്പണായി. സ്പേസസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് ഇവർ തുടങ്ങുകയും ചെയ്തു. അത് എടുത്ത് കാണാവുന്ന ഒരു ഐറ്റമായിരുന്നു. ആൻഡ് കളി മുന്നോട്ട് പോകവേ ഈവൻ ദോ ഇവരുടെ അതായത് റയൽ മാഡ്രിഡിൻ്റെ കൗണ്ടർ അറ്റാക്സിൽ വളരെ വളരെ ഡേഞ്ചറസ് ആണെന്ന് അർട്ടേറ്റയ്ക്ക് അറിയാം. അത് ആ ഒരു റിസ്ക് അവർ എടുക്കുകയും ചെയ്തു. അതായത് അവർ ബോഡീസ് കമ്മിറ്റ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ കണ്ട മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ സലീബനെയും അതുപോലെ തന്നെ കിവിയോറിനെ മാത്രം ബാക്കിൽ നിർത്തിയിട്ട് അവർ എക്സ്ട്രാ അഗ്രസീവ് വിത്ത് ദ ബോൾ പുഷ് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പം ടിംബറും കൂടെ ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതായത് ടിംബറും കൂടെ സ്പേസസിലോട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് കയറാനായിട്ട് തുടങ്ങി. സോ റയൽ മാഡ്രിഡ് പ്ലേയേഴ്സ് ബേസിക്കലി നിങ്ങൾക്ക് ഇപ്പോൾ കാണാം ഒരു 6 vs 4 സിറ്റുവേഷൻ. ഇവരുടെ 4 മിഡ്ഫീൽഡേഴ്സിന് അഗേൻസ്റ്റ് ഇപ്പോൾ ടിംബറും കൂടെ സ്റ്റെപ്പ് അപ്പ് ചെയ്തപ്പം നിങ്ങൾക്ക് ഇപ്പം ക്ലിയർലി പിക്ചറിൽ കാണാം ഒരു 6 vs 1, 2, 3, 4, 5. അതുപോലെ തന്നെ നമ്മൾ നോക്കാനായിട്ടാണ് മെറീനെ കൊണ്ട് ഡ്രോപ്പ് ചെയ്ത് ഒരു 6 vs 4 സിറ്റുവേഷൻ പലപ്പോഴും ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവർ തുടങ്ങി. സോ എംബാപ്പെ ആണെങ്കിലും വിനീഷ്യസ് ആണെങ്കിലും നമ്മൾ നോക്കാനായിട്ടാണ് ബോൾ വാച്ച് ചെയ്യുന്നത്. അതായത് കൗണ്ടർ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മേ ബി ഇവിടെ പ്ലേയേഴ്സിനെ ടേക്ക് ഓൺ ചെയ്യാനായിട്ട് റെഡി ആയി നിൽക്കുക. എന്നാൽ ഫസ്റ്റ് ഹാഫിൽ റയൽ മാഡ്രിഡിന് കിട്ടിയ 1-2 സിറ്റുവേഷൻസും അങ്ങനെയായിരുന്നു. ഇവർ എക്സ്ട്രാ അഗ്രസീവ്ലി പുഷ് ചെയ്തപ്പം ആ ഒരു 6 man മിഡ്ഫീൽഡ് ഫോം ചെയ്തപ്പം എസ്പെഷ്യലി കമോവിംഗ 2-3 സിറ്റുവേഷൻസ് ബോൾ റിക്കവർ ചെയ്തിട്ട് ബോൾ ഇൻ ബിഹൈൻഡ് ഇടുകയും നമ്മൾ കണ്ട് വിനീഷ്യസ് ജൂനിയർ എംബാപ്പെ റൺ നടത്തിയിട്ട് എംബാപ്പെ ഒരു 2 ചാൻസ് മിസ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. സോ ഫസ്റ്റ് ഹാഫിൽ റയൽ മാഡ്രിഡിൻ്റെ ആ കൗണ്ടർ അറ്റാക്കിംഗ് ത്രെട്ട് അറിയാമെങ്കിലും അവരൊരു ചെറിയ റിസ്ക് എടുത്തു. ആൻഡ് ഫസ്റ്റ് ഹാഫിൽ ഗെയിം വെൻഡ് ഓൺ ചെയ്തപ്പോൾ സംഭവിച്ചത് എന്നാന്ന് വെച്ചാൽ സാക്ക പലപ്പോഴും അലബയ്ക്ക് അഗേൻസ്റ്റ് 1-on-1 വന്നു. ഇവിടെ മിഡ്ഫീൽഡിൽ ഇവരുടെ ഡോമിനേഷനായി പലപ്പോഴും ബോൾ ഈസിലി സാക്കയിലോട്ട് പോകാൻ തുടങ്ങി. ആൻഡ് സംഭവിച്ചത് എന്നാന്ന് വെച്ചാൽ സാക്ക പലപ്പോഴും അലബനെ 1-on-1 ബീറ്റ് ചെയ്യുകയും സൂപ്പർ ക്രോസസ് ബോക്സിലോട്ട് ഇടാനായിട്ടും തുടങ്ങി. സോ സംഭവിച്ച ഇവർക്ക് പറ്റിയ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഒഡിഗാർഡ് ഈ ഒരു സ്പേസസ് ആൻഡ് മെറീനോ പലപ്പോഴും
മേ ബി ഈ ഒരു സ്പേസസ് ഇവിടെ ഉള്ളപ്പം മേ ബി കട്ട് ബാക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ പലപ്പോഴും ഉണ്ടായിരുന്നു. മെറീനോ എപ്പോഴും ഈ ഒരു പൊസിഷൻ നിൽക്കുന്നു. ഡെക്ലൻ റൈസ് റൺസ് നടത്തുന്ന ബോക്സിലോട്ട് ഇപ്പം തോമസ് പാർട്ടയും ഇവരെല്ലാം പുഷ് ചെയ്യാനായിട്ട് തുടങ്ങി. സോ റയൽ മാഡ്രിഡിനെ പ്രസ് ചെയ്യാനായിട്ട് ബോഡീസ് ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങി. പലപ്പോഴും റയൽ മാഡ്രിഡ് ബോഡീസിനേക്കാളും നമ്പർ ഓഫ് ബോഡീസ് അവർ വിന്യസിക്കാൻ തുടങ്ങി. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈവൻ ദോ ഇവിടെ ഒരു കട്ട് ബാക്ക്, ഒരു നാച്ചുറൽ നമ്പർ തന്നെ ഇല്ലാത്ത കാണാനുണ്ടായിരുന്നു. ഡെക്ലൻ റൈസും മെറീനോയും പലപ്പോഴും ഒരേ ചാനലിലോട്ട് റൺ നടത്തുന്നുണ്ടായിരുന്നു. വിച്ച് മെയ്ഡ് റയൽ മാഡ്രിഡ് കുറച്ചുകൂടെ ഈസിയറായി ക്രോസസ് ഡിഫെൻഡ് ചെയ്യാനായിട്ട്. ആൻഡ് കട്ട് ബാക്ക് ഓപ്ഷൻ ഇവിടെ ഡെക്ലൻ റൈസ് ഈ റൺ നടത്തുമ്പോഴേക്കും മെറീനോ ഒരു കട്ട് ബാക്ക് ഓപ്ഷനായിട്ട് നിൽക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ആൻഡ് സെക്കൻഡ് ഹാഫിൽ നിങ്ങൾക്ക് കാണാം മെറീനോ അടിച്ച മൂന്നാമത്തെ ഗോൾ വന്നതും അങ്ങനെയാണ്. ആ ഒരു കട്ട് ബാക്ക് ഓപ്ഷനായിട്ട് ഇവിടെ നിൽക്കുകയും ആ ബോൾ നമ്മൾ കണ്ടു ലെഫ്റ്റിൽ നിന്ന് വരുന്നതും ആളുടെ ഫിനിഷും നമ്മൾ കണ്ടു. സോ കട്ട് ബാക്ക് സെക്കൻഡ് ഹാഫ് ആയപ്പം അവിടെ മെറീനോ റൈറ്റ് ആയിട്ടൊരു കട്ട് ബാക്ക് ഓപ്ഷനായിട്ട് സ്പേസ് എവിടെയാണോ അവിടെ നിൽക്കാനായിട്ട് തുടങ്ങി. റൈസും മെറീനോയും സെയിം ചാനലിലോട്ട് ബോക്സിലോട്ട് റണ്ണ് നടത്താതിരിക്കാൻ തുടങ്ങി. സോ സെക്കൻഡ് ഹാഫിൽ ആ മെറീനോയുടെ മൂന്നാമത്തെ ഗോൾ വരികയും ചെയ്തു. സോ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ മുമ്പേ പറഞ്ഞ പോലെ 2-3 സിറ്റുവേഷൻസിൽ എംബാപ്പയും വിനിയും കൗണ്ടർ അറ്റാക്കിങ് ത്രെട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് സെക്കൻഡ് ഹാഫ് ആയപ്പോഴേക്കും ഇപ്പോൾ ഈ സാക്കയുടെ ഈ ഒരു ഡേഞ്ചർ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സാക്ക കോൺസ്റ്റൻ്റ്ലി ഒരു ഡേഞ്ചർ ആയിക്കൊണ്ടിരിക്കുമായിരുന്നല്ലോ. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇവർക്ക് ചെയ്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ അലബേനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവിടെ ബെല്ലിംഗമിനെയും കൂടെ വിന്യസിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. ആൻഡ് അത് ക്ലിയർലി 100% ബാക്ക് ഫയർ ചെയ്യുന്നത് നമ്മൾ കാണുകയും ചെയ്തു. സോ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മിഡ്ഫീൽഡിൽ നിന്ന് ആ ഒരു ഇൻറ്റൻസിറ്റി ഇപ്പം ടിംബർ തിരിച്ച് ആ ഒരു ബാക്ക് 3 ഫോർമേഷനിലോട്ട് നമുക്ക് നോക്കാം. ടിംബറെ ഇവിടെ വിനീഷ്യസ് എംബാപ്പെ. സോ സെക്കൻഡ് ഹാഫിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സംഭവിച്ച എന്തായിരുന്നു എന്ന് വെച്ചാൽ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സഹായിക്കാനായിട്ട് ബെല്ലിംഗമിനെ അങ്ങോട്ട് വിന്യസിക്കുകയും ചെയ്തു. സോ ഇവിടെ ഒരു സാക്കയ്ക്ക് അഗേൻസ്റ്റ് രണ്ടുപേരെ വെച്ച് ഡബിൾ ഡൗൺ ചെയ്യാനായിട്ട് അവർ തുടങ്ങി. അപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒഡിഗാർഡ് കൂടുതൽ ഫ്രീ ആയി. ബെല്ലിംഗമിൻ്റെ മാർക്കിംഗ് കൂടെ ഒഡിഗാർഡിൻ്റെ കയ്യിൽ നിന്ന് പോയപ്പോഴേക്കും ഈ ഒരു ഏരിയാസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് ഒഡിഗാർഡിന് ധാരാളം സ്പേസസ് ഭയങ്കര ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് ഒഡിഗാർഡിന് സാധിച്ചു. ആൻഡ് കമോവിംഗയ്ക്കാണെങ്കിലും ലൂക്ക മോഡ്രിച്ച് ഹു ക്യാനോട്ട് റൺ, അതൊരു ഫാക്റ്റാണ്. ലൂക്ക മോഡ്രിച്ച് ഓടാൻ സാധിക്കത്തില്ല. ഇത്ര ഹൈ ഇൻറ്റൻസ് മാച്ചിൽ ലൂക്ക മോഡ്രിച്ചിന് ഒരിക്കലും നിൽക്കാൻ സാധിക്കത്തില്ല. ഇപ്പോഴത്തെ റോഡ്രിഗോയുടെ പ്രസ്സിംഗ് ഇൻറ്റൻസിറ്റിയും ഡൗൺ ആയിരുന്നു. ആൻഡ് നോക്കേണ്ട മറ്റൊരു കോമഡി ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പം ഞാൻ പിക്ചറിൽ കാണിച്ചു തരാം. നോക്കുക, സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ എംബാപ്പയും വിനിയുടെയും പ്രസ്സിംഗ് ഇൻറ്റൻസിറ്റി വാസ് സോ ബാഡ്. കാഷ്വൽ വോക്കിംഗ്. ഈവൻ റയൽ മാഡ്രിഡ് പ്ലേയേഴ്സിനെ ഓർത്താണ് എന്താണ് ഇവർ കാണിക്കുന്നത്. ലൂയിസ് കെല്ലി ഇൻവേർട്ട് ചെയ്ത് നിൽക്കുന്നു. ഓക്കെ, ലൂയിസ് കെല്ലിനെ ഇവർക്ക് രണ്ടുപേരും കൂടെ മാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. പിക്ചറിൽ കാണാതെ ഇപ്പോൾ ടാക്ടിക്സ് ബോർഡിൽ കാണിക്കാൻ ലൂയിസ് കെല്ലിനെ ഇവിടെ രണ്ടുപേരും കൂടെ മാർക്ക് ചെയ്യുകയാണ്. സോ ഇവിടെ ഗോൾ കീപ്പറിൻ്റെ കാലിലാണ് ബോൾ. ലൂയിസ് കെല്ലിയിലോട്ട് പാസിംഗ് ഓപ്ഷൻ ഇവർ കട്ട് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനാണ് ഇവർ രണ്ടുപേരും നിർത്തിയിരിക്കുന്നത്. എവിടെ ഇൻറ്റൻസിറ്റി എവിടെ? ഈസിലി ലൂയിസ് കെല്ലിനെ ഫൈൽ ചെയ്യണം അവർ. നിങ്ങൾക്കിപ്പോൾ പിക്ചറിൽ കാണാം രണ്ടുപേരും ലൂയിസ് കെല്ലിയിലോട്ടുള്ള ഒരു പാസിംഗ് ഓപ്ഷൻ ബ്ലോക്ക് ചെയ്യാൻ നോക്കുകയാണ്. പക്ഷേ റയ സിമ്പിളായിട്ട് അവരെ ഫൈൻഡ് ചെയ്യുകയാണ്. ലൂയിസ് കെല്ലിയെ ഫൈൻഡ് ചെയ്യുകയാണ്. ഈ രണ്ട് പ്ലേയേഴ്സിന് ഇപ്പം നോക്കാനായിട്ടാണെങ്കിൽ കംപ്ലീറ്റ്ലി പിക്ചറിൽ നിന്ന് ഔട്ടാക്കുകയാണ്. മിഡ്ഫീൽഡിലോട്ട് ബോളുമായിട്ട് ലൂയിസ് കെല്ലിക്ക് പ്രോഗ്രസ് ചെയ്യാൻ സാധിക്കുകയാണ്. അവിടെ ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യണം. ബേസിക്കലി അവർ പ്രസ്സും ചെയ്യുന്നില്ല. അവർ രണ്ടുപേരുടെ ആ ഡ്യൂട്ടി ആ സിറ്റുവേഷൻസിൽ റയയുടെ കയ്യിൽ നിന്ന് ആ പാസ് ലൂയിസ് കെല്ലിലോട്ട് പോകരുത്. അതുപോലും അവർ രണ്ടുപേരും ചെയ്യുന്നില്ല. റയയ്ക്ക് ബേസിക്കായിട്ട് വേറെ ഇഷ്ടം പോലെ പാസിംഗ് ഓപ്ഷൻ അവിടെ ഉണ്ട്. പക്ഷേ എന്നാലും ലൂയിസ് കെല്ലിയിലോട്ട് കൊടുക്കണമെന്ന് പുള്ളി തീരുമാനിക്കുന്നു. അത് ബ്ലോക്ക് ചെയ്യാനായിട്ട് റയൽ അവരുടെ ഫ്രണ്ട് ടൂവിനെ വിന്യസിക്കുന്നു. പക്ഷെ അവർ രണ്ടുപേരും ചെയ്യുന്നില്ല. സോ വിത്തൗട്ട് ദ ബോൾ റയൽ മാഡ്രിഡിനേക്കാൾ ഇപ്പോൾ ടാക്ടിക്കലി നമ്മൾ നോക്കാനായിട്ടാണ് അർട്ടേറ്റ പെപ് ഗാർഡിയോള സ്കൂളിൽ നിന്ന് വന്നതാണ്. സോ അർട്ടേറ്റയുടെ സ്റ്റൈൽ ഓഫ് പ്ലേ കുറച്ചുകൂടെ ബോൾ കീപ്പിംഗ് അബിലിറ്റി ഉള്ള ഒരു ടാക്ടിക്കൽ സെറ്റപ്പുമാണ്. സോ റയൽ മാഡ്രിഡിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു പ്രസ്സിംഗ് ഇൻറ്റൻസിറ്റി അപ്പ് ഫ്രണ്ട് വരാതിരുന്നപ്പോഴും അതിനിപ്പുറത്ത് ജൂഡ് ബെല്ലിംഗമിനെ ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് സാക്കയെ അതായത് അലബേനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വിന്യസിച്ചപ്പോഴും ഒഡിഗാർഡ് കൂടുതൽ ഫ്രീ ആയി. ഇപ്പോഴത്തെ ഇവരുടെ പ്രസ്സിംഗ് ഇൻറ്റൻസിറ്റി വന്നില്ല. ഇപ്പം നിങ്ങൾക്ക് ക്ലിയർലി പിക്ചറിൽ ഇപ്പോൾ കാണാം എന്ത് കംപ്ലീറ്റ് ഡോമിനേഷനാണ് ഇവിടെ. ടെക്നിക്കലി ബെല്ലിംഗാം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വേസ്റ്ററാണ്. അവിടെ സാക്കനെ ബ്ലോക്ക് ചെയ്യാൻ ചെയ്തിട്ട് അതും യൂസ്ഫുൾ ആയില്ല. റോഡ്രിഗോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. സോ ഇവരുടെ 3 മാൻ മിഡ്ഫീൽഡിന് അഗേൻസ്റ്റ് നിങ്ങൾക്കിപ്പം കാണാം ലൂയിസ് കെല്ലിയും ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യാണ്. ഇവർ രണ്ടുപേരും അവിടെ വായി നോക്കി നിൽക്കുകയാണ്. ഇവിടെ നോക്ക് 1, 2, 3 വേഴ്സസ് 1, 2, 3, 4 കംപ്ലീറ്റ് ഡോമിനേഷൻ. ടിംബറോടെയും ജോയിൻ ചെയ്തപ്പം 5 വേഴ്സസ് 3 സിറ്റുവേഷൻ. ഇവിടെ ജൂഡ് ലെഫ്റ്റിലുമാണ്. 5 വേഴ്സസ് 3 സിറ്റുവേഷൻ കംഫർട്ടബിളായിട്ട് ആർസണൽ ഫോം ചെയ്യാൻ തുടങ്ങി. കംഫർട്ടബിളായിട്ട്
ഒന്നും ചെയ്യാൻ സാധിക്കാത്ത സിറ്റുവേഷൻ. ആൻഡ് സെക്കൻഡ് ഹാഫിൽ ജൂഡ് ബെല്ലിംഗം ഇവിടെ സാക്കയോടൊപ്പം ഉണ്ടെങ്കിൽ ആ ഫ്രീ കിക്സ് രണ്ടും വിൻ ചെയ്തത് സാക്കയാണ്. സാക്ക കംഫർട്ടബിളി ഇപ്പോൾ ഒഡിഗാർഡ് ഈ ഒരു റണ്ണ് നടത്തുന്നു, കമവിംഗിനെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യിക്കുന്നു. ആൻഡ് കംഫർട്ടബിളി സാക്ക കട്ട് ചെയ്ത് സെൻട്രൽ ഏരിയാസിലോട്ട് വരുവാണ്, അവിടെ ഫൗൾസ് വിൻ ചെയ്യുകയാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്നാന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫിൽ ഒട്ടും ആർസണൽ ടു ആൻ എക്സ്റ്റെൻഡ് ഞാൻ പറയും വൈഡ് ഏരിയാസിലെ സ്പേസസ് യൂട്ടിലൈസ് ചെയ്തില്ല. സെക്കൻഡ് ഹാഫിൽ സംഭവിച്ചത് എന്നാന്ന് വെച്ചാൽ ആൾ കട്ട് ചെയ്ത് കയറാൻ തുടങ്ങി. ജൂഡ് ബെല്ലിംഗമും അലബയും എന്നാ പറയുക സെൻട്രലി അഥവാ ആ സ്പേസസിലോട്ട് കയറേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. ആൻഡ് സംഭവിച്ചത് എന്നാന്ന് വെച്ചാൽ ഒഡിഗാർഡ് ഇവിടെ എക്യുപ്പൈ ചെയ്തു ആൻഡ് വാൽവേർഡേനെ ഫോഴ്സ് ചെയ്തു പതുക്കെ ഇൻവേർട്ട് ചെയ്യാനായിട്ട്. കാരണം സെൻട്രൽ ഏരിയാസിൽ കംപ്ലീറ്റ് ഡോമിനേഷൻ ക്രിയേറ്റ് ചെയ്യണം. മാർട്ടിനെലിക്ക് സ്പേസസ് കിട്ടി ആൻഡ് സാക്ക ക്രിയേറ്റ് ചെയ്ത കെയോട്ടിക് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഇവിടെ എല്ലാവരും സാക്കേനെ പ്രശ്നം ചെയ്യണം. അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ടിംബർ പതുക്കെ ഈ ഏരിയാസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. സോ സെക്കൻഡ് ഹാഫ് ത്രൂ ടിംബർ ആൻഡ് മാർട്ടിനെലി കൂടുതൽ വൈഡ് ഏരിയാസ് വീണ്ടും ആർസണൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. സോ നിങ്ങൾക്കിപ്പം കാണാം റയൽ മാഡ്രിഡ് ഹാഡ് 0 ക്ലൂസ്. അവരെന്താണ് ഈ മാച്ച് ചെയ്യുന്നതെന്നുള്ളത് വിത്തൗട്ട് ദ ബോൾ എന്നാ ചെയ്യുന്നതെന്നുള്ള കാര്യത്തിൽ ZERO 0 ക്ലൂസ് ആയിരുന്നു റയൽ മാഡ്രിഡ് ഉണ്ടായിരുന്നത്. ആൻഡ് എംബാപ്പെ വിനീഷ്യസ് ജൂനിയർ ഈ സിറ്റുവേഷൻസിലെല്ലാം ഒരു ത്രെട്ടും ക്രിയേറ്റ് ചെയ്യാതെ ഒരു പ്രസൻറ്റിങ് ഇൻറ്റൻസിറ്റിയും കാണിക്കുക. സോ ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ അവരിലോട്ട് ബോൾ വരത്തില്ല, കൗണ്ടർ അറ്റാക്കിങ് സിറ്റുവേഷൻസ് നോക്കി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദേ ഹാവ് ടു ഡ്രോപ്പ് അറ്റ്ലീസ്റ്റ് അവരുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡറായ തോമസ് പാർട്ടിയിലും അല്ലെങ്കിൽ കംഫർട്ടബിളി ലൂയിസ് കെല്ലി ഇൻവേർട്ട് ചെയ്ത് കളിക്കുമ്പോൾ പുള്ളിയിലും ഒക്കെ പ്രഷർ ചെലുത്ത് ഒന്നും ചെയ്തില്ല. ദേവേർ ആ ഒരു ബോളിന് വേണ്ടി നോക്കി നിൽക്കുമായിരുന്നു. ആ ബോൾ വന്നുമില്ല. കാരണം റയൽ മാഡ്രിഡ് പ്ലേയേഴ്സിന് ബോൾ വിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു. ആർസണൽ ക്ലിയർലി ഓരോ മിനിറ്റ്സ് കഴിയുന്തോറും റയൽ മാഡ്രിഡിനെ ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് വൈഡ് ഏരിയാസ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് സാക്കയിലോട്ട് ജൂഡ് ബെല്ലിംഗം ഇത് അലബേനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാക്കയ്ക്ക് അഗേൻസ്റ്റ് സ്ട്രഗിൾ ചെയ്യുന്ന അലബേനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ജൂഡ് ബെല്ലിംഗമിനെ അങ്ങോട്ട് വിന്യസിക്കുന്നു. ആൻഡ് സാക്ക കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങി. സെൻട്രൽ ഏരിയാസിൽ കൂടുതൽ സ്പേസസ് കിട്ടി. ഒഡിഗാർഡും ഡെക്ലൻ റൈസും എൻജോയ് ചെയ്യാൻ തുടങ്ങി. പിന്നെ എടുത്തു പറയേണ്ട കാര്യം പലപ്പോഴും ഫസ്റ്റ് ഹാഫിൽ മിക്കേൽ മെറീൻ ആ ഒരു നമ്പർ 9 റോൾ പ്രോപ്പർ റൺസ് നടത്തുന്നില്ലായിരുന്നു. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ ആ ഒരു പ്രോപ്പർ റൺസും ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി, ഡ്രോപ്പ് ചെയ്യാനായിട്ടും തുടങ്ങി. പലപ്പോഴും റൗൾ അസൻസിയോ പല സിറ്റുവേഷൻസിലും കൺഫ്യൂസ്ഡ് ആയിരുന്നു മെറീനോടൊപ്പം റണ്ണ് നടത്തണോ വേണ്ടോ എന്നുള്ള. ആ ഒരു പലപ്പോഴും ഇങ്ങനെ ഒരു റണ്ണ് എടുത്ത് ഡെക്ലൻ റൈസസിന് ഈ സ്പേസസ് അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു മിക്കേൽ മെറീനോ. സോ മെറീനോയുടെ മൂവ്മെൻറ്റ്സ് സെക്കൻഡ് ഹാഫിൽ ടോപ്പ് നോച്ച് ആയിരുന്നു. പക്ഷേ ഞാനിപ്പോഴും പറയുന്നു ഇഫ് ആർസണലിന് ഒരു പ്രോപ്പർ നമ്പർ 9 ഈ മാച്ചിൽ ഉണ്ടായിരുന്നെങ്കിൽ സ്കോർ 3-0 നിൽക്കത്തില്ലായിരുന്നു.